UDF സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭയിൽ ചേരണോ എന്ന കാര്യത്തിൽ RMPയിൽ അഭിപ്രായ ഭിന്നത. പരമാവധി സർക്കാരിന്റെ ഭാഗമായി നിന്ന് പാർട്ടിയെ മുഖ്യധാരയിലെത്തിക്കണമെന്ന ഒരു വിഭാഗം ആഗ്രഹിക്കുമ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാകാതെ ഇടതുപക്ഷ ബദൽ കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. കോഴിക്കോട് നിന്നും MM രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രണ്ടാം തവണയും MLA ആയി വിജയിച്ച് KK രമ വടകരയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ ഭാഗമാകണമോ എന്ന വിഷയത്തിൽ RMP നേതൃത്വത്തിനിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. RMP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് മന്ത്രിസഭയുടെ ഭാഗമാകാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കണമെന്ന് ആദ്യം അഭിപ്രായപ്പെട്ടത്. എന്നാൽ RMP സംസ്ഥാന നേതൃത്വം ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മന്ത്രിസഭയുടെ ഭാഗമാകണമോ എന്ന വിഷയം വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യാമെന്നാണ് RMP സംസ്ഥാന സെക്രട്ടറി N വേണു പ്രതികരിച്ചത്. അതേസമയം G സുധാകരൻ, TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ CPMുമായി അകൽച്ചയിലുണ്ടായ മുഴുവൻ നേതാക്കളുമായും RMP സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ട്. പാലക്കാടുള്ള ഔദ്യോഗിക നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന സഖാക്കളുമായും RMP ബന്ധപ്പെട്ടു. UDFുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും സർക്കാരിന്റെ ഭാഗമാവാതെ ഇടതുപക്ഷ അസ്തിത്വം നിലനിർത്താൻ RMP ശ്രമിച്ചിട്ടുണ്ട്. അതേ നില തുടരുന്നതിനൊപ്പം ഇടതുപക്ഷ ബദൽ കെട്ടിപ്പടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന അഭിപ്രായമാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുള്ളത്. ഞങ്ങളെ തീരുമാനം ഒരു മന്ത്രിസഭയെ മന്ത്രി എന്ന രൂപത്തിലേക്കുള്ള ഒരു മാർജിൻ വെച്ചിട്ടല്ല. ഈ ഇടതുപക്ഷ ഏരിയയും അണികളെയും ഇപ്പോൾ ജയിച്ചു വന്ന MLAമാർ ഉൾപ്പെടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ബദൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ രൂപം കൊടുക്കാനുള്ള ചർച്ചയാണ് ഞങ്ങൾ വളരെ പൊതുവായി ഇന്ന് നടത്തിയിട്ടുള്ളത്. അതിനാവശ്യമായ നിലപാടുകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. മന്ത്രിസഭ എന്ന് പറയുന്നത് അത്തരം പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണ്. അത് സംബന്ധിച്ച് നിർദ്ദേശപരമായി ഞങ്ങൾ ആലോചിക്കും. എന്നാൽ മന്ത്രിസഭയുടെ ഭാഗമായില്ലെങ്കിലും സ്പീക്കർ പദവി പോലുള്ള നിഷ്പക്ഷ പദവികൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. സ്ഥാനം സ്വീകരിക്കാതിരുന്നാൽ അത് ജനങ്ങളോട് ചെയ്യുന്ന തെറ്റായിരിക്കുമെന്നും ഇവർ വാദിക്കുന്നു. UDFുമായി സഹകരിക്കുന്ന RMPക്ക് അർഹമായ സ്ഥാനം നൽകണമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും UDFിലെ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷമായിരിക്കും RMP ഇക്കാര്യത്തിൽ വീണ്ടും ചർച്ചകളിലേക്ക് കടക്കുക. CPMന്റെ ജനകീയ അടിത്തറ തകർന്ന ഈ പശ്ചാത്തലമാണ് കേരളത്തിലെ ഇടതുപക്ഷ ബദൽ കെട്ടിപ്പടുക്കാനുള്ള അനുകൂല സമയമെന്നുള്ളതാണ് RMP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. MM രാകേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.